Hi guys, നമ്മുടെ കാലിക്കറ്റ് എക്സിബിഷന് some of the best homemade food and some of the best കാലിക്കറ്റ് സ്നാക്സ് ആയിരിക്കും വരുന്നത്. ക്യാമറ പോയിക്കോളൂ, സാധനം കണ്ടോളൂ. ഇതൊക്കെ നിങ്ങൾക്ക് വെയിറ്റിംഗ് ആണ്. എടുത്തോണ്ട് പോയി. സോ വെൽക്കം ടു OHF ഫ്ലീ മാർക്കറ്റ്. Hi guys, good morning. Welcome to our new vlog. Welcome to Calicut. അങ്ങനെ നമ്മൾ OHF ഫ്ലീ മാർക്കറ്റ് നടത്താൻ വേണ്ടി കാലിക്കറ്റ് വന്നിരിക്കുകയാണ്. ഫീലിംഗ് വെരി ഹാപ്പി, വെരി പോസിറ്റീവ്. സോ ഫസ്റ്റ്ലി തന്നെ നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. ജൂലൈ 12th and 13th ആസ്പിൻ കോട്ടിയാൽ രാവിലെ 10 തൊട്ട് രാത്രി 8 മണി വരെ നമ്മുടെ ഫ്ലീ മാർക്കറ്റ് നടക്കുമായിരിക്കും. സോ ദാറ്റ്സ് ഗോയിങ് ടു ബി ലോട്ട് ഓഫ് ക്ലോതിങ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ക്ലോതിങ് ഞങ്ങളുടെ ബാങ്കോക്കിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതല്ലാതെ ഒരുപാട് 50+ വുമൺ ഓൺടർപ്രണേഴ്സ് ഉണ്ട് സെല്ലിംഗ് ക്ലോത്ത്സ്, ജ്വല്ലറീസ്, ഡീകോർ, പിന്നെ ഓബ്വിയസ്ലി ഭക്ഷണം. ആൻഡ് അതായിരിക്കും ഇന്നത്തെ ഫോക്കസ്. സോ നാളത്തെ വ്ളോഗിൽ പ്രിപ്പറേഷൻസ് അതൊക്കെ കാണിക്കാം. പക്ഷെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബെസ്റ്റ് ഹോം മെയ്ഡ് ഫുഡ് ഇൻ കാലിക്കറ്റ് കാണിക്കാനാണ്. പക്ഷെ അത് നമുക്ക് അധികാരമായിട്ട് പറയാൻ പറ്റില്ല, കാരണം എല്ലാ വീട്ടിലും ബെസ്റ്റ് തന്നെയാണ്. പക്ഷെ കുറച്ച് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ഫ്ലീ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. സോ അവർ ഇന്ന് നമുക്ക് കുറച്ച് സാമ്പിൾസ് അയക്കുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. സോ ഇറ്റ് ഗോയിങ് ടു ബി എ വെരി വെരി ഫുഡി വ്ളോഗ്. ആൻഡ് ആദ്യമേ തന്നെ നമ്മളിപ്പോൾ കാലിക്കറ്റ് എത്തിയ ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് അംബിക ഹോട്ടൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്തു. സോ ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത്, നമ്മൾ കുത്തിച്ചേറയും റഹ്മത്തും സാഗറും പാരഗണൊക്കെ കേട്ടുള്ളൂ, അംബിക ഇതുവരെ കേട്ടിട്ടില്ല. സോ അവിടെ എന്താ സ്പെഷ്യൽ ഒന്ന് പോയി നോക്കാം. അംബിക ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോവാം. കാലിക്കറ്റിൻ്റെ ഒരു ഷോക്കിംഗ് സംഭവം ഉണ്ടല്ലോ, ഈ കാലിക്കറ്റിലൊരു ഷോക്കിംഗ് സംഭവം. റഹ്മത്ത്, പാരഗണ്, പിന്നെ മറ്റേ കുറ്റിച്ചറ അതൊക്കെ വിട്, അതെല്ലായിടത്തും വീക്ക് ഡേ ആണെങ്കിൽ പാർക്കിംഗ് കിട്ടില്ല. ഈ അംബികയിൽ പോലും പാർക്കിംഗ് ഇല്ല. ഇതാണ് അംബിക ഹോട്ടൽ. എനിക്ക് തോന്നുന്നു മീൽസ് ആണ് ഇവിടുത്തെ ഫേമസ്. ഇവിടെയും പാർക്കിംഗ് ഇല്ല കേട്ടോ. ഒരു ദൂര സ്ഥലത്ത് കൊണ്ടുപോയാണ് പാർക്ക് ചെയ്യുന്നത്. അതാണ് കാലിക്കറ്റിൻ്റെ ഫുഡ് ക്രേസ്. ഈ കാലിക്കറ്റിലൊരു ഷോക്കിംഗ് സംഭവം. റഹ്മത്ത്, പാരഗണ്, പിന്നെ മറ്റേ കുറ്റിച്ചറ അതൊക്കെ വിട്, അതെല്ലായിടത്തും വീക്ക് ഡേ ആണെങ്കിൽ പാർക്കിംഗ് കിട്ടില്ല. ഈ അംബികയിൽ പോലും പാർക്കിംഗ് ഇല്ല. ഇതാണ് അംബിക ഹോട്ടൽ. എനിക്ക് തോന്നുന്നു മീൽസ് ആണ് ഇവിടുത്തെ ഫേമസ്. ഇവിടെയും പാർക്കിംഗ് ഇല്ല കേട്ടോ. ഒരു ദൂര സ്ഥലത്ത് കൊണ്ടുപോയാണ് പാർക്ക് ചെയ്യുന്നത്. അതാണ് കാലിക്കറ്റിൻ്റെ ഫുഡ് ക്രേസ്. ഇവർക്ക് ഇവിടെ ആക്ച്വലി സാറ്റർഡേ സൺഡേ സമുദ്ര സദ്യ ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവരുടെ നോർമൽ മീൽസും പിന്നെ ഐക്കൂറ അത് ഒരു ഏറ്റവും നല്ലത്. അത് 2 എണ്ണം പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞാൽ നത്തോലി ഫ്രൈയും, നത്തോലി പോലത്തെ ഒരു സംഭവം, പിന്നെ ഒരു ബിരിയാണി വേദൂനും, പിന്നെ കല്ലുമ്മക്കായ ഫ്രൈയും. ഫുഡ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ നത്തോലിയും കഴിച്ചു, കല്ലുമ്മക്കായ ഫ്രൈയും കഴിച്ചു. രണ്ടും സൂപ്പർ. എരിവുണ്ട്, പക്ഷെ ഇത് കുറച്ചും കൂടെ ക്രിസ്പി ആവായിരുന്നു. ഇത് കുറച്ച് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാന്ന് തോന്നുന്നു. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ബട്ട് ദിസ് ലുക്സ് ലൈക്ക് ദ സ്റ്റാർ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇത് എന്താ എല്ലാം കൂടെ ഒഴിക്കുന്നത്? സാമ്പാർ, മീൻകറി, പുളിശ്ശേരി, ഒന്നിന്റെ ഫ്ലേവർ അറിയണ്ടേ? അതാ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. മീൻ എങ്ങനെ ഉണ്ടെന്ന് പറ. നമ്മുടെ കൊച്ചി റേറ്റ് ഇല്ല, നമ്മുടെ മച്ചിലി ഇല്ല. അപ്പൊ നമ്മള് തന്നെ ബെറ്റർ അതില്. അപ്പൊ വൈകുന്നേരം ബാക്കി സെറ്റ് ചെയ്യാം. ബെറ്റർ അല്ലേ? പോരല്ലോ. അല്ല ഫുഡ് പോരാ. പിന്നെ എന്ത് മതി? വയറ് പോരാന്ന് പറഞ്ഞിട്ട് എന്തായി മീൽസ്? പക്ഷെ റഷ് എക്സ്പെക്ട് ചെയ്തപ്പോ ഭയങ്കരമായിട്ട് നമ്മള് കൊച്ചിയിൽ മീൽസ് കഴിച്ചോണ്ടായിരിക്കും. കാർത്തിയാനി, മച്ച്ലി, സീക്കിങ്, പിന്നെ മറ്റേതെന്തായിരുന്നു? മറ്റേ ചിറ്റൂർ റോഡിൽ ഓർമ്മയില്ലേ? എന്തോ ഒരു പേരില്ലേ? എന്തോ ഒരു സംഭവം ഉണ്ട് ചിറ്റൂർ റോഡ്. അതൊക്കെ ബെറ്റർ. ബിരിയാണി മാത്രമേ നല്ലുള്ളൂ. അല്ല കഫേസും സൂപ്പർ അല്ലേ? മീൽസ് പോരാ. ഇപ്പൊ രാത്രി നമുക്ക് വേറെ എന്തെങ്കിലും പിടിക്കാം. ഫുഡ് കഴിച്ചത് പിടിച്ചില്ലെന്ന് പറഞ്ഞ ഡെസേർട്ട് മേടിക്കാൻ ഒരാൾ പോയിട്ടുണ്ട്. എന്താ പറ്റാ? ഇതാ ജീരകമില്ല, ഡെസേർട്ട് മേടിച്ചിട്ടുണ്ടെന്ന് പോയിട്ടുണ്ട്. സോ ഒരു ഡിസപ്പോയിന്റിംഗ് ലഞ്ചിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ മാസീവ് ക്ലീനിങ് ഒക്കെ നടക്കുവാണ്.
വീണ്ടും പറയാം നമ്മുടെ എക്സിബിഷൻ നടക്കുന്ന ആസ്പിൻ കോർട്ട്യാർഡിലാണ്. ഞാൻ ലൊക്കേഷൻ കാണിച്ചു തരാം. കാലിക്കറ്റ് ബീച്ച് റോഡിൽ ഷെഫ് പിള്ളയുടെ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. സോ അതിൻ്റെ സൈഡിൽ കൂടെ നേരെ വന്നു കഴിഞ്ഞാൽ വിശാലമായ പാർക്കുണ്ട്. മഴയാണെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട, ചെളി ഒന്നും വരില്ല. അവർ കംപ്ലീറ്റ് ടൈൽ ചെയ്തു. ഹൈജീനിന് വേണ്ടി നമ്മളിത് ഇപ്പോൾ പവർ ക്ലീനിങ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ഓണർ ഇസ് വെരി കൺസിഡറേറ്റ്, ഹീസ് മേക്കിംഗ് ഇറ്റ് വെരി ക്ലീൻ. ഭയങ്കര നന്നായി റെനോവേറ്റ് ചെയ്തു. ഫസ്റ്റ് ഇയർ വന്നതും ഇപ്പോൾ വന്നതുമായിട്ട് മാസീവ് ഡിഫറൻസ് ആണ്. ഇതെന്താ ഇവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. സോ അകത്ത് ഞങ്ങൾ മെഷർമെൻറ്റ്സും എല്ലാം ഒരു ഫൈനൽ അറേഞ്ച്മെൻ്റ് ആണ്. സോ എവ്രി വൺ ഇസ് വെൽക്കം ആസ്പിൻ കോർട്ട്യാർഡിൽ 12th and 13th. അടുത്ത ഒരു ടെൻഷൻ, നമ്മളെ Airbnb ഒരെണ്ണം പുതിയത് ആദ്യമായിട്ട് എടുത്തിട്ടുണ്ട്. സാധാരണ Airbnb-കളൊന്നും അത്രയും ഒരു സെറ്റപ്പ് ആവാറില്ല. പക്ഷേ ഒരുപാട് പേരുണ്ട്. നമ്മുടെ നെയ്ബർ ശില്പയുടെ ഫ്രണ്ട്സ്, പിന്നെ പ്രാണ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ പ്രാണയുടെ സ്റ്റാഫുണ്ട്. പ്രാണ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഇന്ദ്രിയത്തിൻ്റെ ബ്രാൻഡാണ്. സോ അവരുടെ ഫസ്റ്റ് ടൈം കമ്മിങ് ടു കാലിക്കറ്റ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവരുടെ സ്റ്റാഫ്, ഡാഡി, മമ്മി, ഇവരെല്ലാവരും കൂടെ നമ്മളൊരു Airbnb എടുത്തിട്ടുണ്ട്. സോ നേരെ ഇനി അങ്ങോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോം മെയ്ഡ് സ്നാക്സിന് ടേസ്റ്റിംഗ്, അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ഓക്കെ, ഇത് നമ്മുടെ Airbnb ആണ് കാലിക്കട്ടിലെ. വെളിയിൽ കാണിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കൊതുകാണ്. ബീച്ചിൽ എത്ര ദൂരം ഉണ്ട്? ഒരു 5.9 കിലോമീറ്റർ. അയ്യോ, ചമ്പി ഊബറിനകത്ത് അന്നാ കാണിച്ചിട്ട് ഭാഗ്യത്ത് കാരണം 5.9 കിലോമീറ്റർ 6 കിലോമീറ്റർ. മറിയ ചേച്ചി മാത്രം കറക്റ്റ് ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ആ ഒരു ഡ്രസ് കോഡില് ക്ലാസിന്റെ. അപ്പൊ അതെ, Airbnb-ല് ആദ്യമായിട്ടാണ് ഞാൻ ഇന്ത്യയിൽ ഒരു Airbnb-ല് കാർപ്പറ്റ് കാണുന്നത് കേട്ടാ. സോ ഇതില് ഇവിടെ ഇതുപോലെ സാധനം കണ്ടായിരുന്നു, ഒരു കാർപ്പറ്റിന്റെ ചെറുത് ഫ്രണ്ടില്. അതുകൊണ്ട് ലൂയി വിറ്റോൺ അല്ലേ? എവിടെ ഡാഡി? ഇവിടെ വന്നിട്ട് അതെ, സ്നാക്സ് ഉണ്ടല്ലോ ഇവിടെ. അത് കുറച്ചല്ലേ ഉള്ളൂ, അതല്ല ഇവിടെ നോക്കിയിട്ട് താഴത്തേക്ക് അപ്പൊ കാര്യമില്ല, വെള്ളം നിറച്ചിട്ടാണെങ്കിലും കുടിക്കാം. കളക്ട് ചെയ്തതാ. പിന്നെ ഇവിടെ ഇതുപോലെ ഒരു ഫുൾ കിച്ചൺ ഉണ്ട്, ഫുള്ളി ഫങ്ഷണൽ കിച്ചൺ, വെരി ക്ലീൻ. കുറച്ച് ഓൾഡ് ആണെങ്കിലും അത്യാവശ്യം ക്ലീൻ ആണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. പിന്നെ ഇതുപോലത്തെ ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെ വിത്ത് ഫ്രിഡ്ജ് ആൻഡ് ഒരു വാഷ് ബേസിൻ. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഡിസ്കഷൻ റൂം. ഇത് കണ്ട, എനിക്കിതൊരു വർക്ക് ഏരിയ പോലെ ഉണ്ട്. കണ്ട, IT മറ്റേ വർക്ക് അറ്റ് ഹോമിന്റെ ഒക്കെ ഒരു സെറ്റപ്പില്, അല്ലെങ്കിൽ ഒരു ഓഫീസ് ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. കണ്ട, അവിടെ കോഡിങ്ങിന്റെ ബോർഡും അതൊക്കെ ഉണ്ട്. പിന്നെ മേളിൽ ഇപ്പൊ നമ്മുടെ ശില്പ ഗാങ് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ നെയ്ബറാണ്. അവിടെ 2 ബെഡുള്ള ഒരു ബെഡ്റൂമാണ്. സോ അവിടെ ഒരു 5 പേർക്ക് കിടക്കാം. പിന്നെ ഇതൊരു ബെഡ്റൂം, നല്ലൊരു സെറ്റപ്പ് ആയിട്ടാ ബെഡ്റൂം. അതിലൊരു അറ്റാച്ച് ബാത്റൂം ഉണ്ട്, ക്ലീൻ ആണ്. ഒരു അറ്റാച്ച് ബാത്റൂം ഉണ്ട് ഇവിടെ, കണ്ട, അറ്റാച്ച് ബാത്റൂം. ടാപ്പ് തുറന്ന് നടക്കുന്നു. ഇവിടെയും ഒരു വലിയ ബെഡ്റൂം ഉണ്ട്. ഇങ്ങനെ പ്രിയം ഏത് ഉറങ്ങി കാണും. പ്രിയ ബാത്റൂം. ഒരു വലിയ ബെഡ്റൂം ഉണ്ട്, മേളിലും ഒരു ബെഡ്റൂം. വേഗം ചാച്ചിക്കോ, ഇപ്പൊ ഫുഡ് വരും. വേദുവിന്റെ സാധനം ഉണ്ട് കേട്ടോ. അതെ, കോഫി പൗഡർ ഉണ്ടല്ലോ. അപ്പൊ പാല് മാത്രം വാങ്ങിയാ മതി. എന്തിനാ ചായ? ഈ സ്നാക്സ് ഡെയിലി റീഫില്ല. നമ്മള് പൈസ വാങ്ങി നമുക്ക് റീഫിൽ ചെയ്യാം. ഇത് ആ പാരഗണ് തുടങ്ങിയ ഫുഡ് അടിയാണ്. എന്നിട്ട് ഇതുവരെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് ഓരോ സാധനം എടുത്തോണ്ടിരിക്കും. സോ ഇത് നമ്മള് ഷറഫ ഫുഡിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ജെയിൻ ഇത്തയുടെയും നമ്മൾ ഐറ്റംസ് എന്തൊക്കെയാന്ന് കാണിച്ചു തരാവേ. ഫസ്റ്റ് വൺ, ഇതെന്തായിരുന്നു ജെഫ്രി? ഷെസ്വാൻ ബൺ. ഇത് പത്തിരി. ഇതെന്താ? ചെമ്മീൻ പത്തിരി. വാവ്. ഇത് കല്ലുമ്മക്കായ നിറച്ചത്. യം. ഇതെന്താ പോക്കറ്റ് അല്ലേ? ബട്ടർ ചിക്കൻ പോട്ട്. യം. ഇതൊക്കെ നിങ്ങക്ക് നാളെ കിട്ടും കേട്ടോ എക്സിബിഷന്. നാളെ അല്ല, മറ്റന്നാള്. ഇതെന്താ? ചെമ്മീനാ. ചെമ്മീൻ ഉണ്ട പുട്ട്. ഇത് പഴം നിറച്ചത്. ആൻഡ് ഇനി നമ്മുടെ ജൈനത്തയുടെ ഐറ്റംസ് ആണ്. സോ പഴം നിറച്ചതുണ്ട്, കുനാഫ ഉണ്ട്, കുനാഫ ചോക്ലേറ്റ്. ഇത് ചിക്കൻ പോപ്സിക്കിൾ, ലുക്ക് സോ നൈസ്. ആൻഡ് ഇത് ചിക്കൻ പാവ്, മുട്ട നിറച്ചത്, ആൻഡ് എഗ് അട, ആൻഡ് സുന്ദരി പെറ്റി. ആഹാ,
ആദ്യം എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതുണ്ടല്ലോ ചെമ്മീൻ പത്തരിയാണ്, നോക്കട്ടെ. ഇതൊക്കെ നമ്മുടെ ഷെറഫയുടെ ആണ്. ഇത് ഒരു ചെമ്മീൻ പൊടിയുടെ ഒക്കെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടില്ല. എന്നാൽ എറണാകുളം ഇതൊന്നും കണ്ടിട്ടില്ല. ഇത് ബട്ടർ ചിക്കൻ എന്തൊരു ഒരു പോക്കറ്റ്സ് ആണെന്ന് തോന്നുന്നത്. ഓ തീർച്ച ഭയങ്കര ടേസ്റ്റാ. നമ്മളെ പ്രോപ്പർ ബട്ടർ ചിക്കൻ, നല്ല ക്രീമൊക്കെ ഇട്ട നല്ല പ്രോപ്പർ ബട്ടർ ചിക്കൻ ഒരു ഒരു എന്താ ഒരു ഫ്രൈഡ് ഡംപ്ലിങ്ങിന്റെ അകത്ത് കൊള്ളാലോ. ഒരു നോർത്ത് ഇന്ത്യനും ചൈനീസും ഇന്ത്യനും എല്ലാം കൂടെ മിക്സ് ചെയ്ത്. ഇത് നമ്മുടെ ഷർഫെ കാണുവേ, ഷർഫയുടെ ഇതൊന്ന് നോക്കട്ടെ. അയ്യോ ഇത് കൊള്ളാലോ. ഇത് ചെമ്മീൻ ഉണ്ടപ്പുട്ട്. എനിക്ക് പുട്ടുപൊടിയുടെ അകത്ത് ചെമ്മീൻ മസാലയാന്ന് തോന്നുന്നു കേട്ടാ. ആ ശരിക്കും നമ്മുടെ അരിപ്പൊടി, ആ അരിപ്പൊടിയുടെ അകത്തുള്ള നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് സ്റ്റഫിങ് യുണീക്നെസ് ആണ് ഇത്തവണ ഷറഫ അല്ലേ. ഭയങ്കര യുണീക് സംഭവങ്ങൾ, കഴിക്കാത്ത സാധനങ്ങൾ. നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലെന്ന് അറിയില്ല, കാരണം ഇതൊക്കെ ഒരു യുണീക് സംഭവങ്ങളാണ്. പക്ഷെ നമുക്ക് ഈ മസാലകളും ഫ്ലേവേഴ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത്. ഒന്നും വരുന്നില്ല ആള്. ഞാൻ എന്റെ സൗകര്യം നോക്കി വന്നാണോ, നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തോളെ. ആ ഡയലോഗ് ആ വാട്സാപ്പിലെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. എന്തോ വല്ല എനിക്ക് തോന്നുന്നു ഭയങ്കര കേസ് എന്തോ സോൾവ് ചെയ്യാൻ പോവാ. കേസിൽ പെടാൻ പോവാന്ന് തോന്നുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഏത് അതെ, ലൈഫ് ലോങ് നടത്തിക്കൊണ്ട് പോകുന്ന കേസാ. ഏത് ശില്പയുടെ അങ്ങോട്ട് തുടങ്ങും അല്ലെ. അതെ, അടുത്ത എക്സ്പീരിയൻസ് ഉള്ള ആള് ഇരിക്കല്ലേ. കണ്ട എന്തൊരു യുണീക് സാധനങ്ങളാ. നിങ്ങളുടെ ഈ കാലിക്കട്ടുകാരുടെ ഒരു ഭാഗ്യമാണ് കേട്ടാ. ഇതൊക്കെ ചിലപ്പോ ഇവര് റെഗുലർലി കഴിക്കുന്ന സാധനമായിരിക്കും. എന്തായാലും കൊള്ളാം. എന്റെ ഫേവറേറ്റ് ഈ ഷറഫ ഫുഡിന്റെ ഇതായിരുന്നു കേട്ടാ. ഒരു സ്ക്വിഡ് പോലത്തെ എന്താ ഇത്, കൂന്തൽ. ആ അത് തന്നെ, കൂന്തലാണ് വെളിയില്, അകത്ത് സ്റ്റഫിങ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. സെയിൻ ഫുഡിന്റെ പാക്കിംഗ് തന്നെ നോക്കാം. എനിക്ക് ഇത് ഭയങ്കര ഒരു ഇത് തോന്നി. പാവാണ്. ദിസ് ഇസ് എന്തായിരുന്നു ഇത്, ചിക്കൻ പാവ്. പക്ഷെ അത് എഗ് കാണുന്നുണ്ടല്ലോ. ലുക്സ് നൈസ് നോ. ഓ മുട്ടയുണ്ട്. ഓംലെറ്റ് പോലെ ഒരു ചെറിയ എഗ്ഗിന്റെ ഒരു പീസും ഉണ്ട്, അതിന്റെ കൂടെ ഈ സ്റ്റഫിങ്ങും ഉണ്ട്. ചിക്കൻ പോപ്സിക്കിൾ. പക്ഷെ ഇതൊക്കെ 100% ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഫ്രഷ് ആയിട്ട് അവിടെ ഫ്രൈ ചെയ്യുമ്പോൾ അവിടെ ഫ്രഷ് ആയിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം തന്നെ കഴിക്കണം കേട്ടോ, കാരണം ഇതൊക്കെ ആ ക്രിസ്പി സംഭവമല്ലേ. പോപ്സിക്കിൾ, ചിക്കൻ പോപ്സിക്കിൾ. ഇതൊക്കെ എന്ത് പഴമയുള്ളത്. എനിക്ക് കാലിക്കട്ടുകാരുടെ ഒക്കെ ഒരു എന്താ പറയുക ഐഡന്റിറ്റിയുടെ ഭാഗം തന്നെയായിരിക്കുമല്ലോ ഇങ്ങനത്തെ ഈ ഹോട്ടൽസ് ഒക്കെ. എന്നിട്ടും അവർ പുതിയ ടൈപ്പ് ഫുഡൊക്കെ കണ്ടിന്യൂസ്ലി ഇന്നോവേറ്റിംഗ് സംഭവമല്ലേ അത്. അതുകൊണ്ടാണ് ദേ ആർ ഓൾവേസ് എന്താ പറയുന്നത് റെലവെന്റ്. അതാണ് മെയിൻ പറയാനുള്ളത്. ഓ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ക്രീമി ഒരു ഇറ്റാലിയൻ ഫുഡിന്റെ ഒക്കെ ഫ്ലേവേഴ്സ് വേണം. ക്യാപ്സിക്കം, ചീസ്, ക്രീം, ചിക്കൻ, നൈസ് ക്രിസ്പി ബാറ്റർ. അതായത് സുന്ദരി ഡാഡിക്ക് ഇതാണ് ഏറ്റവും വലിയ ക്യൂരിയോസിറ്റി. ഡാഡിക്ക് ഒരു പഴം നിറച്ച് കഴിച്ചപ്പോ തന്നെ വയറ് നിറഞ്ഞത്. ഒരാൾ ഇരിക്കുന്നു നോക്ക്, പഴം നിറച്ചത് കഴിച്ചിട്ട് പകുതി തരണ്ടോ. അതെ, ഒരാള് ഇരുന്നടിക്കുവാണ്. ഇതൊക്കെ ഒരു മധുരമുള്ള ഒരു സാധനമാണ്. എന്താണ് ഈ സുന്ദരിപ്പെട്ടി? ചിക്കനാണ്, പിന്നെ സ്വീറ്റ് ആയതുകൊണ്ടായിരിക്കും സുന്ദരി. ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. അത് എന്തിന്റെ പഞ്ചസാരയുടെ തന്നെയാ. പിന്നെ നമ്മുടെ സവോളയും ചിക്കനൊക്കെ യുണീക് സംഭവമാണ്. ഓൺ എ സ്വീറ്റ് സൈഡ് കംപ്ലീറ്റ് യൂണിക്. നമ്മുടെ ഓച്ച ഫ്ലീ മാർക്കറ്റ് തവണ യൂണിക് ആവട്ടെ അല്ലേ. എഗ് അടയാണ് ഇത്. എനിക്കൊന്ന് നമ്മുടെ എഗ് പഫ് പോലെ ബോയിൽഡ് എഗ് അട രീതിയിലിട്ട് ഫ്രൈ ചെയ്തായിരിക്കും. ഡയറ്റ് കാലിക്കട്ട് ഡയറ്റ് ഒന്നും നടക്കുന്നില്ല. ഞാനും പറഞ്ഞു ഇതിന്റെ ബാറ്ററിന്റെ എല്ലാം
ഒരു ക്രിസ്പി ഗോൾഡൻ ബാറ്റർ, അതും ഇങ്ങനെ ഹൈലൈറ്റ് ആണ്. അത് ഫ്രഷ് ആയിട്ട് നല്ല ചൂടായിട്ട് കിട്ടുവാണെങ്കിലുണ്ടല്ലോ, ഓ ഷറഫയൊക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാരും ഫുഡ് സെർവ് ചെയ്യുമ്പോ ഒരു എന്താ പറയുന്ന ശരിക്കും ഒരിക്കലും ഒരാള് ഇവരുടെ വന്നു കഴിഞ്ഞാൽ വിശന്നു പോവില്ല. അത് ഒരു സത്യം. അത് ഫുഡ് കൊണ്ട് രാഹത്തായെന്ന് ചോദിക്കുന്നത് പക്കയാണ്. ഇതെന്താ എഗ്ഗിന്റെ വല്ലതാന്ന് തോന്നുന്നു, അത് മധുരമാന്ന് തോന്നുന്നത്. എഗ്ഗും കാഷ്യൂ കിസ്മിസ് റിച്ച് സംഭവമാണ്. എനിക്ക് പത്തിരി എന്നാന്ന് തോന്നുന്നു, അല്ല എഗ് പത്തിരി എന്നല്ലേ പറയുന്നതിന്. അടിപൊളി. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്താൽ തന്നെ കാര്യം അറിയാം. നിങ്ങളപ്പോ അവിടെ അതെല്ലാം കൂടെ ടേസ്റ്റ് ചെയ്യണ്ട, ഈ ഐറ്റംസ് ഇപ്പൊ കണ്ടല്ലോ, ഇതൊക്കെ കാണും. നിങ്ങളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വന്നാൽ മതി. ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടാ ജെഫ്രി. കുനാഫ ചോക്ലേറ്റ് നമ്മുടെ സേനത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ഇവിടെ വരെ ചെയ്യാല്ലേ? നിങ്ങളുടെ ആൾക്കാരെ ഉണ്ടാക്കിയ കുനാഫ ചോക്ലേറ്റ് ആണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരും ട്രൈ ചെയ്തോ ഇത്. ഞാൻ ദുബായി കഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെ പല സ്ഥലത്തൊന്നും കഴിച്ചിട്ടുണ്ട്. ദിസ് ഇസ് അമേസിങ്. പുളിയല്ലേ ഇത്? സൂപ്പർ ആട്ടാ കുനാഫ ചോക്ലേറ്റ്. എക്സിബിഷന് ആകെ കഴിക്കാത്ത ആള് ഞാൻ മാത്രമേ ഉള്ളൂ. അയ്യോ പ്രിയം അവിടെ സ്നാക്സ് മാത്രമേ കഴിക്കുള്ളൂ. 3 ഉണ്ടായിരുന്ന 1.5 കഴിച്ചത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, എക്സിബിഷന്റെ തിരക്കില് ആകെ കഴിക്കാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവര് ഫുഡ്സുകാര് പ്രിയക്ക് കൊടുക്കുന്ന അങ്ങനെ പോകുന്നത്. സമൂസയും മറ്റേ പക്ഷെ അവിടെ വന്നാലേ നിങ്ങളെ കടന്നു വരണ്ടേ. ഞങ്ങളിപ്പോ ഇറക്കും കേട്ടാ കുറച്ച് ഡയലോഗ് തിരിച്ച്. ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ, അതിനു മുമ്പ് ഇവരുടെ പാസ് ചെയ്തിട്ടല്ലേ വരുന്നത്. അപ്പൊ കാലി പ്ലേറ്റ് അതൊക്കെ കഴിക്കുന്ന ഡാഡി ആട്ടോ അവിടെ. അപ്പൊ ഡാഡിനെ ഒന്ന് ആ ചേർന്ന് അലങ്ങാത്ത ഒരാളാണ്. ഡാഡി ബീച്ചിൽ പോണ്ടേ? കോഫി ആണോ? കുടിച്ചോ, കുഴപ്പമില്ല. ഷോക്കായി. സത്യമായിട്ട് ഞാൻ പറഞ്ഞതാ. ഇങ്ങനെയൊന്നും വരാറില്ലാത്ത അമൃതം പോലെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഇല്ല ഒന്നുമില്ല, മറിച്ച് ചിപ്പിട്ട കോഫിയാ. ഇനി സ്റ്റാർബക്സിലെ കോഫി ഇല്ല കേട്ടാ. അപ്പൊ ബൈ. ഓ ഞങ്ങള് വൈകുന്നേരം സൺസെറ്റ് ഒക്കെ കാണാൻ ബീച്ചിലൊക്കെ വന്ന് എൻജോയ് ചെയ്യാന്ന് വെച്ചു. ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടേ. ട്രാഫിക് ബ്ലോക്ക് ഒന്നും പറയാൻ പറ്റില്ല. വണ്ടി ഒരഞ്ഞു. ഒരു ചെറിയ റോഡായിരുന്നു ഞങ്ങൾ വന്നപ്പോ. എന്തായാലും ഭാഗ്യതൊന്നുമില്ല. അതാ കാലിക്കട്ട് ഞങ്ങൾ എപ്പോഴും ബ്ലസ് ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ ഉറപ്പായിട്ട് വിചാരിച്ചു വണ്ടി ഡാമേജ് ആയിരുന്നു, പക്ഷെ ഒരു കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ ബീച്ചിലേക്ക് വന്നപ്പോ കുറച്ച് ലേറ്റ് ആയി. പക്ഷെ കാലിക്കട്ട് ആയതുകൊണ്ട് ബീച്ചിൽ എപ്പോ വന്നാലും വൈബാ. ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് മഴ പെയ്യുന്നില്ല. ഭാഗ്യത്തെ ഹെവി റെയിൻസ് ഇല്ല. പക്ഷെ എന്നാലും മഴ വന്നാലും ഈ ആൾക്കാർക്ക് ബീച്ചിൽ നിൽക്കുന്നവർ എങ്ങോട്ട് പോകും അറിയില്ല. ഇത് ഒരു രീതിയിലും കാലിക്കട്ടുകാരെ ബീച്ചിൽ നിന്ന് അകത്ത് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പം. എവറി ഡേ ഇറ്റ് ഇസ് ക്രൗഡഡ് ആൻഡ് ബ്യൂട്ടിഫുൾ, സ്റ്റിൽ ക്ലീൻ ആൻഡ് മെയിൻറ്റെയിൻഡ്. എന്ത് അതെങ്ങനെ? ഓ ഇതിൽ കൂടെ റിഫ്ലക്ഷൻ കണ്ടവൻ. ഓ സ്പൈ ആണ് വേദു, സ്പൈ. കാലിക്കറ്റ് ബീച്ചിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ ഓബിയസ്ലി കാലിക്കറ്റിന്റെ ഒരു നേറ്റീവ് ഒന്നും അല്ലല്ലോ, നമ്മൾ ഈ ടൂറിസ്റ്റ് ആയിട്ട് ഇടയ്ക്ക് വരുന്നുള്ളൂ. എന്നാലും ഇവിടെ വന്ന് ഇതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചു, കാലിക്കറ്റ് നാടായി ജനിച്ച് വളർന്നവര് എബ്രോഡ് പോകുമ്പോൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ എന്തോരം കാലിക്കറ്റ് മിസ് ചെയ്യും. ഒരു ഫീല് തന്നെയാണ് ശരിക്കും. വേറെ ഒരു ഡിസ്ട്രിക്റ്റിലും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു ഫീല് കിട്ടുന്നത്. കോളം ബീച്ച് ഇതിനെക്കാട്ടി ഒരു ലക്ഷറിയസ് ഫീലിംഗ് ഒക്കെ ഉണ്ട്. ക്ലീനുമാണ്, എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഇതുപോലത്തെ ഒരു നോസ്റ്റാൾജിയ ഫീലും
അല്ലെങ്കിൽ ആൾക്കാർക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉള്ളത് ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിൽ ബീച്ചുള്ള ഒരു ഡിസ്ട്രിക്റ്റിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഡെഫിനറ്റ്ലി കോഴിക്കോടുകാർ തന്നെയായിരിക്കും പറയുന്നത് കാലിക്കറ്റ് ബീച്ച് ഇസ് എ പാർട്ട് ഓഫ് അവർ ലൈഫ് എന്ന്. ഇപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് എപ്പോഴും ഓബിയസ്ലി എന്തൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ആദാമിൻ്റെ ചായക്കടയിലെ പാൽക്കപ്പ കഴിക്കാതെ കാലിക്കട്ട് വിടാൻ പറ്റില്ല. ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ. പക്ഷേ ജസ്റ്റ് ലോഫിൽ തിരക്കുണ്ട്. ഇത് ഫേമസ് ആണോ ഈ സ്ഥലം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പക്ഷേ ഈ നമ്മളിപ്പോൾ ഫുഡ് വ്ളോഗ്സ് കാണിച്ചില്ല ഈ സൈനത്തയുടെ ഫുഡ്, അത് പിന്നെ ഭയങ്കര പോപ്പുലറാണ്. പക്ഷേ ഈവൻ്റെ ഷറഫ ഫുഡ് അവർ ആക്ച്വലി അവരുടെ പേര് ഷർഫ് എന്നല്ല, ഷറഫ എന്നല്ല, എന്താ സ്നാക്കോ ടോറി. ഞങ്ങൾ ഷറഫ ഫുഡ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ഇവൻറ്റ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അങ്ങനത്തെ ഫുഡ് ഇഷ്ടമാണെങ്കിൽ 100% പ്യുവറായിട്ട് നിങ്ങൾക്കത് കിട്ടും. അതൊരു ഒരു സംഭവമാണ്. ആൻഡ് യു ആർ സപ്പോർട്ടിങ് ദീസ് വുമൺ ഓൺടർപ്രണേഴ്സ് ഹു ആർ മേക്കിംഗ് ദീസ് അമേസിങ് ഗുഡ് ഫുഡ്. സോ എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് അവർക്കും അതൊരു എൻകറേജ്മെൻ്റ് ആണ്. നിങ്ങൾക്കും നല്ല സാധനങ്ങൾ കിട്ടും. ടേസ്റ്റ് ഇസ് ഓബിയസ്ലി പേഴ്സണൽ പ്രിഫറൻസ്. ബീഫ് ഇല്ല. ശില്പ ബിരിയാണി ഓർഡർ ചെയ്തു, പൊറോട്ടയും ഓർഡർ ചെയ്തു. ഒരു കയ്യില് ബിരിയാണി, ഒരു കയ്യില് പൊറോട്ട. കഴിക്കാൻ പറ്റുമോ? പ്രിയ വേറെ ലെവലാ. എന്താ വേദന എന്താന്ന് പറയാ? ഫുഡ് ബിരിയാണി മതിയാ? അങ്ങനെ കാണിച്ച എന്തിനാന്നാ അമ്മേനെ കളിയാക്കിയതപ്പ. ഈ ജഫറിന് ടവലൊന്നും ഇല്ലാതെ വന്നത്. ടവല്, ബ്രഷ്, പേസ്റ്റ് ഒന്നും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അങ്ങനെ തന്നെയായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു അവിടെ. എവിടെ? കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ പ്രിയനോട് വെക്കുമ്പോ പ്രിയ ഒരു കിറ്റ് എടുത്ത് തരും, പേസ്റ്റും ബ്രഷും. എല്ലാ ഹോട്ടലിൽ അത് എവിടുന്ന് കൊണ്ടുവന്നെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട്, അല്ലാതെ വെറുതെ പൂട്ടി വെക്കുന്നു. ഞാൻ എടുക്കുന്നോണ്ട് ജഫറിന് യൂസ് ചെയ്യാൻ പറ്റി. അല്ല, പ്രിയ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ജഫറിനോട് നടക്കാൻ പറ്റി. അല്ലെങ്കിൽ വലിയ വെക്കില്ല, പൈസ കൊടുത്ത് പ്രശ്നം വാങ്ങില്ല. അതെന്തെന്നറിയോ? ടീഷർട്ട് ഊരി തോർത്തിയാ മതി. അയ്യോ, ഒരു കാര്യം ചെയ്യാം, ടിഷ്യൂ പേപ്പർ വെച്ച് തുടക്കട്ടെ. അപ്പൊ ഒരു 10 ബോക്സ് വേണ്ടി വരും. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാം. ഏത്? അപ്പൊ എന്തായാലും കിട്ടുമല്ലോ. അതാണ് എന്റെ പേരെന്താ? എന്തോ പത്തരി അല്ലേ? കണ്ണുവച്ച പത്തരി ഭയങ്കര ടേസ്റ്റ് ആണ്. ഒരു ബട്ടൂറയുടെ ഒക്കെ ടേസ്റ്റാണ്. പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട്. അതുപോലെ തന്നെ ആ പാൽ കപ്പയും ചമ്മന്തി. ഇതൊരു സംഭവമാണ്, ഞങ്ങളുടെ അഡിക്ഷൻ ആണ്. പിന്നെ അത് ഒരു പ്ലേറ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ അപ്പം, മുട്ട റോസ്റ്റ്, ബീഫ് ഫ്രൈ, ശില്പയുടെ ബിരിയാണിയും ചട്ടിച്ചോറൊക്കെ ഇപ്പൊ വരും. പറയുമോ? ഒരു പ്ലേറ്റ് ചട്ടിച്ചോറ്, ഒരു ബിരിയാണി, പിന്നെ 2 അപ്പം, പിന്നെ ഒരു ബീഫ് ഫ്രൈ. അറിയാം അല്ലേ? എത്രയുണ്ട് ഇത് കപ്പാസിറ്റി? ഇതൊക്കെ ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇത് ഭയങ്കര ഒരു പോപ്പുലർ പ്ലേസ് ആയിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലായിടത്തും ഞാൻ ട്രൈ ചെയ്തതിൽ ഇത് ഞങ്ങളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസസാണ്. അതിൻ്റെ കൂടെ പാൽക്കപ്പയുടെ കൂടെ ബീഫും കൂടെ ഇട്ട് കഴിച്ചോണ്ടല്ലോ, ആ ചമ്മന്തി ഇട്ട് ഇതിന്റെ മുകളിൽ കുറച്ച് മറ്റേ വെളിച്ചെണ്ണയൊക്കെ താളിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് അല്ലേ? ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. മസ്റ്റ് ട്രൈ പാൽക്കപ്പയും ബീഫും. ഇഷ്ടമായില്ല? ഫസ്റ്റ് ടൈമോ ഇവിടെ ഞാൻ കഴിച്ചിട്ടില്ല. ഓ, കപ്പയുടെ ആളല്ലേ നിങ്ങള്? അല്ല, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. സംഭവല്ലേ? അടിപൊളി. ആ ചമ്മന്തി അതാണ്. ഇതുപോലെ പാൽക്കപ്പയും ബീഫ് ഫ്രൈയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഫ്ലേവേഴ്സും കൂടെ നമുക്ക് ഒരുമിച്ച് കിട്ടണം. ഭയങ്കര ടു ഗുഡ്. അപ്പൊ ഇറങ്ങിക്കാം. ഗുഡ് നൈറ്റ്. നാളെ രാവിലെ പണിക്ക് ഇറങ്ങിക്കോളൂ. അതിനാണ് പൊറോട്ടയും എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. ടവലില്ലാണ്ട് ഒരു പരിപാടി നടക്കൂല. എല്ലാത്തൊരു തീരുമാനം ഉണ്ടാക്കാം. എനിക്ക് കുളിക്കണം. ടബുണ്ടല്ലോ, അതാണ് എനിക്കറിയാം സന്തോഷം. നാളെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം. നാളെ ഉച്ചയ്ക്ക് വന്നിട്ട് പണി കഴിഞ്ഞ് നേരെ ഒരു ഒറ്റ ചാട്ടം, കുളം കലക്കി. നാളെ ബ്രഷ് ചെയ്തിട്ട് താഴെ പോവോ? വിൻഡോ നമ്മുടെ റൂമിൽ പൂളിൽ ചാടാൻ പോവാ. ജെയിംസ് ബോണ്ടോ? വാ റൂമിൽ പോവാ.
ടവലിക്ക് കുളിക്കണം, ടവലില്ലാണ്ട് പരിപാടി. ജഫറിന് ഫുഡ് ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ വേർക്കും. വേർത്ത് അറിഞ്ഞാൽ മൂഷാട്ടിയായി തുടങ്ങിയത്. ഇതാരാണോ ജഫറിനെ കെട്ടാൻ പോകുന്നത് അവർക്കുള്ള ഒരു ടിപ്പാണ്. ഫുഡ് കഴിച്ചിട്ട് വേർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ജഫറിന്റെ കൂടെ നിൽക്കണ്ട, വീട്ടിൽ പോയിക്കോ. ടവല് വേണം. ആ ടവലൊക്കെ നമുക്ക് ആലോചിക്കാം. ടിപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇല്ലതാ അല്ല ഇതില്ല റൂമിന്റെ ഇല്ല ഉണ്ട്. എന്റെ എങ്ങനെയാ എല്ലാരും എന്റെ ഇല്ല. ആ കണ്ട പിന്നെന്തിനാ എന്നോട് പറഞ്ഞത്? ഈ ഇല്ലേന്ന് ഞാൻ ചോദിച്ചു. എല്ലാവർക്കും മറവിയും പ്രശ്നങ്ങളും ഇവിടെ. ഇനി നാളെ മണത്ത് നോക്കും കേട്ടല്ലോ. രണ്ടെണ്ണം ഉണ്ട് കൊടുക്കും. അവൻ കുളിക്കില്ല. അവൻ ഇന്ന് കുളിപ്പിക്കാണ്ട് ഞാൻ അവിടെ കടത്തി. അതെ കഷ്ടപ്പെട്ട് ആകെ ടവലുമാണ്. പോവാം. നീ കുളിക്കാണ്ട് കിടക്കില്ല. നാളെ കാണാം. നാളെ അറേഞ്ച്മെന്റ് ഫ്ലീ മാർക്കറ്റ് പൊളിക്കണം. പിന്നെ ഓക്കെ. നാളെ